വിയറ്റ്നാമിലെ ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു മ്യൂസിയം കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ട ഡ്രാഗൺ ബ്രിഡ്ജ്. രാവിലെ ഇങ്ങനെയാണ് കാണുക. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ അവസ്ഥ എന്ന് വെച്ചാൽ ഇതാണ്. ഒരു ബ്രിഡ്ജ് പണിതപ്പോൾ അതിൻ്റെ ആർച്ച് കലാപരമായിട്ട് ഡ്രാഗൺ പോലെ ആക്കി. ആ കാണുന്ന ഡ്രാഗണിൻ്റെ തലയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പുറത്തും കാണാം. അവിടെ നിന്നാണ് തീ തുപ്പുന്നത്. ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ തീ തുപ്പുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നതാണ്, കുറച്ച് അടുത്തേക്ക് പോകണം. ഈ കാണുന്നതാണ് ഡ്രാഗണിൻ്റെ തല. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് തീ തുപ്പണത്. ഒള്ളി ഇൻ സാറ്റർഡേ ആൻഡ് സൺഡേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ ആർച്ചാണ്. ഇതിക്കടെയൊക്കെ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജ് വരുന്ന വാഹനങ്ങളുടെയൊക്കെ ഫോഴ്സ് ഇത് പിടിച്ചെടുത്തിട്ട് പോണതാണ്. പക്ഷേ അതൊരു കലാപരമായിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വേഴ്സസ് അല്ലെങ്കിൽ കമ്പൈൻഡ് വിത്ത് ആർട്ട് ഫോം അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടെന്താ ആ രാജ്യത്തിനും ആ ഒരു ഏരിയയ്ക്കും ഭയങ്കരമായിട്ട് ഫേമസ് ആകാൻ പറ്റി. ഇത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ വരുന്നു പുറം രാജ്യങ്ങളിൽ നിന്ന്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇവർക്ക്. ടൂറിസം ഈ ഇത്രയും മെറ്റൽ പോർഷൻ കൊണ്ട് ഇവർ ടൂറിസം അത്രത്തോളം കയറ്റി വിട്ടു. ഈ ഐഡിയ ഉണ്ടാക്കിയവനെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഇത് ശരിക്കും കേബിൾ പോകുന്ന സ്ഥലമാണ്. ഈ കേബിളിനെ ഇങ്ങനെ ആക്കി എടുത്തു എന്നുള്ളതാണ് അവരുടെ മിടുക്ക്. ഇത് നമുക്കും പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഡനാങ് മ്യൂസിയമാണ്. ഞാൻ ഏത് രാജ്യത്ത് നിന്നാലും അടുത്ത മ്യൂസിയം പോയി കാണും. ഇവിടെ 60,000 ഡോങ് കൊടുത്തിട്ടാണ് പാവപ്പെട്ടവനായ ഞാൻ ഈ മ്യൂസിയം കാണാൻ പോകുന്നതെന്ന് മറക്കരുത്. ഇത് റൈസ് പേപ്പർ വെച്ച പെയിൻറ്റിംഗ് ആണ് കാണുന്നത്. ഇത് പഴയ മ്യൂസിയമാണ്. 1902 ഇതിൻ്റെ പ്രൊപ്പോസൽ തുടങ്ങിയത്. ഒരു ഫ്രഞ്ച് ആർക്കിടെക്ട്സാണ് ഇത് ചെയ്തത്. ഇത് ഈ സ്ഥലം മുഴുവനുണ്ട്. സ്ഥലം മുഴുവൻ കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് 60 ഏക്കർ ഉണ്ടെന്ന് അങ്ങോട്ട് തോന്നണേ. ഇത് മൊത്തം 1000 സ്ക്വയർ മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ മ്യൂസിയം. ഫുള്ള് സ്കൾപ്ചേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഷാം സ്കൾപ്ചർ മ്യൂസിയം എന്ന് പറയും. ഡനാങ് മ്യൂസിയം എന്നും അറിയപ്പെടുന്നു. ഡനാങ് മ്യൂസിയം ഓഫ് ഷാം സ്കൾപ്ചർ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പേരാണ് ഷാം എന്നുള്ള. അവരുടെ സ്കൾപ്ചേഴ്സിൻ്റെ ഒരു മ്യൂസിയമാണ് ഇതെല്ലാം. അപ്പോൾ ഇത് 1902 പ്രൊപ്പോസ് വന്നിട്ട് 1915 ഇത് പണിതത്. 2 ഫ്രഞ്ച് ആർക്കിടെക്ട്സ് കൂടി പണിതാന്നാണ് പറയുന്നത്. പിന്നെ 1930 ആൻഡ് പിന്നെ 2003 4 2 എക്സ്റ്റൻഷൻ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഏരിയ കൂട്ടിയിട്ടുണ്ട്. BC തൊട്ടുള്ള സ്കൾപ്ചേഴ്സൊക്കെ ഇവിടെ നമ്മൾ ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണ് മ്യൂസിയം കാണുകയെന്ന് വെച്ചാൽ നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഈ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു അവിടുത്തെ ജനത എങ്ങനെയാണ് വളർന്നു വന്നത്, അവരുടെ കൾച്ചർ എങ്ങനെയാണ് ഉണ്ടായത്, ഉത്ഭവിച്ചത്, പിന്നെ അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അതെങ്ങനെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് മാറി, എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു ഡെപ്പിക്ഷനും ആ കാലഘട്ടത്തെ ശരിക്കും തൊട്ടറിയാൻ വരെ പറ്റും. തൊട്ടറിയാൻ വെച്ചാൽ അന്നത്തെ കല്ലുകൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ കല്ല് തൊട്ടാൽ പോലും നമ്മളെ കാലത്തിലേക്ക് തൊട്ടു എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഏത് രാജ്യത്ത് കഴിഞ്ഞാലും മ്യൂസിയം പിന്നെ സൂ കഴിയുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇവിടെ കാണാൻ പറ്റിയില്ല. കാരണം ആ രാജ്യത്തുണ്ടാകുന്ന മൃഗങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയണമെങ്കിൽ ആ നാട്ടിലെ സൂവിൽ തന്നെ പോയാൽ മതി. ഈ 2 ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തെ അത്യാവശ്യം പഠിച്ചു. പിന്നെ ഹിസ്റ്ററി കൂടെ പഠിച്ചിട്ടാണ് ഞാൻ പോവാറ്. അപ്പം ഈ പോപ്പുലേഷനെ പറ്റി പഠിക്കാനും കൾച്ചറിനെ പറ്റി പഠിക്കാനും പിന്നെ അവരെ കുഷിൻ അവരുടെ ഫുഡ് ഇതും കഴിക്കാനും വേണ്ടി തന്നെ പോകണം. ഇപ്പോൾ നമ്മൾ വിയറ്റ്നാമിൽ പോവുകയാണെങ്കിൽ 2 ദിവസമാണെങ്കിൽ 3 ദിവസമാണെങ്കിൽ 3 ദിവസം വിയറ്റ്നാമീസ് കഴിക്കുന്ന ഫുഡ് കഴിക്കുക, അവരെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമെങ്കിലും ഇന്ത്യക്കാരനല്ലാണ്ടായിട്ട് വേറെ കൾച്ചറൊക്കെ ഒന്ന് അനുഭവിച്ച് ജീവിക്കാം. ഇതായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ ഇവരുടെ ബിൽഡിംഗ്. ഈ കാണുന്നതാണ്. ഇങ്ങനെയാണ് ഇവരുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. ഈ ഷാം കൾച്ചർ ഉള്ള വീടുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. ഈ വീട്ടിൽ അമ്മയും അപ്പനൊരു വീട്ടിൽ, പിന്നെ മോനും മോക്കൊക്കെ വേറെ വീട്, അങ്ങനെ തൊട്ടടുത്തായിരിക്കും എല്ലാവരും. അങ്ങനെയാണ് വെച്ചാൽ വീടുകൾ വേറെ കൊടുക്കും, പക്ഷേ ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഇത് ഇവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളൊക്കെയാണ്. ഇവിടെ ഈ ഫ്രഞ്ചിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, പിന്നെ അറബിക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ കാളവണ്ടിയാണ് കാണുന്നത്. നല്ല നീളത്തുള്ള കാളവണ്ടിയാണ്, നല്ല ഡ്രസ്സുള്ള കാളവണ്ടി. പണ്ട് ഇവർ ഉപയോഗിച്ച കാളവണ്ടി തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് ഇതൊരു ആവാടപ്പെട്ടി. ഇതൊക്കെ ഇന്ത്യയിലും നമുക്ക് കാണാം. ഇങ്ങനെ പല രീതിയിലെല്ലാം പണ്ടത്തെ ആൾക്കാരെല്ലാം ഏതാണ്ട് ഒരേപോലെ സാധനങ്ങളാണ് ഉപയോഗിച്ചത്. പിന്നെ ഇവിടെ മുസ്ലിം കൾച്ചറും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങേറ്റത്ത് കാണുന്നതും ഇതുപോലെ കേബിൾ വെച്ചിട്ടുള്ള സംഭവമാണ്, ഒരു ബ്രിഡ്ജാണ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ ഡനാങ് ബീച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊരു ബീച്ചാണ്. ഡനാങ് മ്യൂസിയം കണ്ടു, പിന്നെ ഡനാങ് ബീച്ച് കാണുക. അപ്പോഴേക്കും വൈകുന്നേരമായി. അപ്പോൾ നമുക്ക് ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടുള്ള കാണുന്ന എന്ത് രസം നോക്ക്. അതുപോലെ എന്ത് നീറ്റായിട്ടാണ് അവർ ആ സ്ട്രീറ്റ് വെച്ചേക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാതെ തന്നെ കണ്ടുപോകും. നമ്മുടെ ഒരു ബീച്ചും ഇവരുടെ ബീച്ചും ഇവൻ തായ്ലൻഡിലെ ബീച്ചൊക്കെ കാണുമ്പോഴാണ് ആ ഒരു ക്ലീൻനെസ്സും പിന്നെ പൊതുവെയുള്ള കൾച്ചർ അവരാരും ദേഷ്യപ്പെട്ടിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഒരു പരിചയത്തിൽ വന്നാൽ ബീച്ചിലേക്കുള്ള വഴിയൊക്കെ വെറുതെ പറഞ്ഞു തരും. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഇങ്ങോട്ട് പോയിക്കോ. ഞാനിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, ഞാൻ പുറത്തു തന്നെ കണ്ടറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ബീച്ചിലേക്കാണ് ഇതാ വഴി എന്ന് പറഞ്ഞ ഒരാളിനെ കാണിച്ചു തരുന്നത്.
അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. അത് ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ അവർ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആൾക്കാർ മാറി തുടങ്ങി. അങ്ങനെ മാറിയാൽ മാത്രമേ ടൂറിസ്റ്റുകൾ വരുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി ഒരു ബിഹേവിയർ എന്ന് വെച്ചാൽ വലിയൊരു സംഭവം തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ഡനാങ് ബീച്ച് എന്നുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഡനാങ്ങിൽ തന്നെയുള്ള ഒരു ബീച്ചാണ്. ഇവിടെ തന്നെ ഒരു സ്ട്രെച്ച് ഓഫ് പല ബീച്ചുകളുണ്ട്. അപ്പോൾ ഡനാങ്ങിൻ്റെ പേരുള്ളൊരു ബീച്ച് കയറിയിട്ട് പോകാമെന്ന് ഓർത്തു. ഇവിടെ ഇന്ന് വൈകുന്നേരം അങ്ങനെ ബീച്ചിലേക്കുള്ള വഴി കൂടെ ഞാൻ മന്ദം നടക്കുകയാണ്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ തെങ്ങ് കാണാം. പോകുന്ന വഴിയൊക്കെ അവർ മനോഹരമാക്കിയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ബീച്ചൊക്കെ കണ്ടാൽ അറിയാമല്ലോ. അവിടേക്ക് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവരൊരു ഐഡിയാസും ഇരിക്കുന്ന ഇരിപ്പിടമൊക്കെ ഇതൊരു റിസോർട്ട് കൂടി ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ അവർ ഇരിക്കാനുള്ള സ്ഥലമായിരിക്കും അത്. എനിവേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഇനി ഇറങ്ങിയാൽ നേരെ ബീച്ചിലേക്കാണ് പോകണേ. ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ ദൂരെ നമുക്ക് കാണാം ഒരുത്തൻ നമ്മുടെ പാരച്യൂട്ടിൽ ഇങ്ങനെ കയറി നടക്കുന്നുണ്ട്. ഞാൻ തല്ലിപ്പോട്ടെ ഇതിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ട് ബോട്ടെന്നത് പൊക്കണില്ല. അതിന് ഡ്രോണാണോ പൊക്കണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അടുത്തൊന്നൊരു ബോട്ട് കണ്ടില്ല. ഈ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. തൊട്ടടുത്ത് ആ പോണ ബോട്ടല്ല, ആ പോണ ബോട്ട് വേറെ സ്ഥലത്തേക്ക് വേണം. പക്ഷേ എന്തോ ഡ്രോൺ വഴിക്ക് ഡ്രോൺ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി വേഗം സംവിധാനം വെച്ചായിരിക്കും പൊക്കണേ. നല്ല മണലൊക്കെ നിറഞ്ഞ ഒരു ബീച്ച്. തൊട്ടടുത്ത ആ വലിയ സ്കൈ സ്കാപ്പേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയൊക്കെ ചെയ്താണ്. കടൽ തീരുന്ന പറഞ്ഞാൽ നമുക്കറിയാം കടലുണ്ടാവും, മണലുണ്ടാവും, കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ വെയിലും ഉണ്ടാവില്ല. ഇത് അടുത്തൊരു ഡ്രോൺ മോണാണ്. ഈ മോളിൽ നമുക്ക് കാണാൻ പറ്റും. പാരച്യൂട്ടിൻ്റെ അടുത്ത് തന്നെ ഡ്രോണുണ്ട്. ആ ഡ്രോൺ എന്തായാലും പടം പിടിക്കാനായിരിക്കാം. പക്ഷേ ഇത് എവിടെ നിന്നാണ് പൊക്കണേന്നുള്ളത് സാധാരണ ഒരു ബോട്ടിക്കട പൊക്കണേ. അത് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രി ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. പ്രഭാതം പൊട്ടി വിടർന്നു. ഇയാളെപ്പോഴും ഈ സൂര്യൻ ഇങ്ങനെ രാവിലെ ഉദിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം. രാത്രി ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഉദിച്ച് വന്നാൽ പിന്നെ നമുക്ക് എണിക്കാതെ പറ്റാത്ത അവസ്ഥയാണ്. എണിച്ച് പോയതാണ്. അപ്പോൾ രാവിലത്തെ ഒരു ഈ വിയറ്റ്നാം നമുക്ക് ഇവിടുന്ന് കാണാം. ഹോട്ടലിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അത് കണ്ടിട്ട് രാവിലെ ബൊഫേ ഉണ്ട്. ബൊഫേ കൂടിയാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ പുണ്യപാദങ്ങൾ അതിലൂടെ നടക്കുകയാണ്. ഈ അവിടുത്തെ വിയറ്റ്നാമീസ് ഫുഡ് നോക്കിക്കോളൂ. പല തരത്തിലുള്ള ഫുഡുണ്ട്. നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് കുറച്ച് സാമ്യമൊക്കെ ഉണ്ട്. കുറച്ച്